ഇലക്ഷന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായതുകൊണ്ട് പറയാൻ പറ്റിയില്ല, എങ്കിലും പറയാതെ പോകാൻ വയ്യ. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ കോൺഗ്രസിന്റെ ഒക്കെ മുൻ MLA-യുടെയും പഴയ കോൺഗ്രസ് നേതാവിന്റെയൊക്കെ ഒരു ഈസ്റ്റർ വിഷസ് ഇങ്ങനെ പുറത്തു വന്നു. കുരിശിലേറ്റപ്പെട്ട ചാട്ടവാറിനടിച്ച എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോയാണ്. പണ്ടൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുകയായിരുന്നു, കുറിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അദ്ദേഹം എഴുത്തുകൾ മാറ്റി വന്ന് നിന്നങ്ങോട്ട് പ്രസംഗിക്കലാണ്. ഇത്രയും ഒരു തൊലിക്കട്ടി കൂടിയ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഇത്രമേലുണ്ടാകുമോ എന്ന് നമ്മൾക്ക് ആലോചിച്ച് നോക്കേണ്ടി വരും. കഴിഞ്ഞ കാല കേരള രാഷ്ട്രീയത്തിൽ മുഴുവൻ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ഇത്രമേൽ തൊലിക്കട്ടിയുള്ള ഒരു മനുഷ്യൻ നോക്കൂ നിങ്ങൾ. ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഒരു വോയിസ് കോൾ നടക്കുകയാണ്. ആ കോളിൽ ഹൂ കേഴ്സ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ എന്റെ ഫ്യൂച്ചർ നോക്കണ്ടേ, നിങ്ങൾ ഇതിനെ അബോർട്ട് ചെയ്ത് കളയാതിരുന്നാൽ എന്നൊരു അതിജീവിത തകർന്നു നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയോട് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇത് മാത്രമാണോ പ്രശ്നം? കഴിഞ്ഞ കാര്യങ്ങളെ വീണ്ടും എടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതല്ല. ആരെയാണ് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുന്നത്, ആരെയാണ് പോളിഷ് ചെയ്ത് വീണ്ടും റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ വോയിസ് കോൾ റെക്കോർഡിനെ കുറിച്ച് ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ 1.5 മണിക്കൂർ നീണ്ട ഇന്റർവ്യൂ അടക്കം എന്നൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങളുമായി പോയിട്ടുണ്ടോ, ഇന്ന് വരെ രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഹുലിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് എന്തായിരുന്നു കോടതിയിൽ? അഡ്വക്കേറ്റ് പറഞ്ഞത് കക്ഷി സമ്മതത്തോടെയുള്ള, പരസ്പര സമ്മതത്തോടെയുള്ളതായിരുന്നു എന്ന്. അപ്പോൾ ഇതെങ്ങനെ ബലാത്സംഗമാവുമെന്ന്? ഉഭയകക്ഷി സമ്മതത്തോടെ അല്ല നടന്നത്, അത് വളരെ ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നടത്തുന്നത് എന്നുള്ളതല്ലല്ലോ അവിടുത്തെ വിഷയം. ഒരു പെൺകുട്ടി അത്രയും തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു മനുഷ്യനെടുത്ത നിലപാടിനെ കുറിച്ചാണ് ഈ രാഷ്ട്രീയ കേരളത്തിന് ഇന്നും ഉത്തരമില്ലാതിരിക്കുന്നത്. രാഹുൽ ഓരോ ദിവസവും വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന്റെ അനുകൂല പ്രസ്താവനകൾ ഇട്ട് ഒരു പാർട്ടിക്കാരന്റെ മുഴുവൻ സ്വഭാവ ആംഗ്യവിക്ഷേപങ്ങളും കാണിച്ച് മുമ്പോട്ട് പോകുമ്പോഴും കേരള രാഷ്ട്രീയം, ഈ നാട് ഒരിക്കലും മറന്നുകൂടാത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ എന്നുള്ളതാണ്. ഒരു കാരണവശാലും രാഹുലിനെ ഒരു റീ എൻട്രിക്ക് നമ്മൾ സമ്മതിക്കരുത്. കാരണം ഉത്തരം പറയാത്ത കിട്ടാത്ത 100 കണക്കിന് ചോദ്യങ്ങളാണ് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഈ രാഷ്ട്രീയ കേരളം, ഈ സാംസ്കാരിക കേരളം, ഈ നാടിന്റെ പൊതുബോധം ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വെറുതെ വന്ന് 10 സ്റ്റോറി ഇട്ട് 4 വിഷ്വൽ ഇട്ട് ഇങ്ങനെ കുറെ ഫേസ്ബുക്ക് കമന്റുകളും ഈ പറയുന്ന കോൺഗ്രസ് സൈബർ കൂട്ടങ്ങൾ വന്ന് അനുകൂലിക്കലുകളും എല്ലാം കൊണ്ട് വീണ്ടും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഈ മനുഷ്യനെ ഒരു കാരണവശാലും അടുപ്പിക്കാതിരിക്കാൻ രാഷ്ട്രീയ കേരളത്തിന്റെ പൊതുമനസ്സ് പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകണം. ഈ പറയുന്ന KC വേണുഗോപാലിനോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് അനുകൂല പ്രസ്താവനകൾ, ഒരു പാർട്ടിക്കാരനെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന്. അപ്പോഴും KCയും പറഞ്ഞു വെക്കുകയാണ്, പറയാതെ ഏത് നിമിഷവും ഒരു റീ എൻട്രി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് KCയുടെയും ബോഡി ലാംഗ്വേജ് എന്നുള്ളതും വളരെ വേദനാജനകം തന്നെ.